റെയിൽവേയുടെ അധീനതയിലുള്ള ആമിഴഞ്ചൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളിയെ കാണാതായത് റെയിൽവേയുടെ അനാസ്ഥ കൊണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മാലിന്യ നീക്കത്തിന് നഗരസഭ തയ്യാറായിട്ടും റെയിൽവേ വിമുഖത കാട്ടി. അപകടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് റെയിൽവേക്ക് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. തമ്പാനൂർ ആമയിഴഞ്ചാൻ തോടിന്റെ റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്യാൻ റെയിൽവേ ഒരിക്കലും സംസ്ഥാന സർക്കാരിനെയോ തിരുവനന്തപുരം കോർപ്പറേഷനെയോ അനുവദിക്കാറില്ല. മാലിന്യം നീക്കാൻ നഗരസഭ ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ വിമുഖത കാട്ടുകയായിരുന്നു. വെള്ളക്കെട്ടിനെ സംബന്ധിച്ചും തോട് വൃത്തിയാക്കുന്നത് സംബന്ധിച്ചും വിളിച്ചു ചേർത്ത യോഗങ്ങളോടെല്ലാം നിഷേധാത്മക നിലപാടാണ് റെയിൽവേ സ്വീകരിച്ചത്. ഇപ്പോഴുണ്ടായ അപകടത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് റെയിൽവേക്ക് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഗവൺമെന്റ് അല്ലെങ്കിൽ നഗരസഭ ഇതിന്റെ ശുചീകരണ പ്രവർത്തനം നടത്താമെന്ന് പറയുന്ന അവസരത്തിലൊക്കെ തന്നെ റെയിൽവേ അത് സമ്മതിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് വൃത്തിയാക്കി ഞങ്ങളുടെ പ്രോപ്പർട്ടി ആണെന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അവിടെ ഈ മാലിന്യം അടിഞ്ഞുകൂടി കിടന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്കാണ്. ഇന്ത്യൻ റെയിൽവേ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപകടത്തിൽ ഒരാളെ കാണാതായിട്ടും റെയിൽവേയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരാരും സ്ഥലം സന്ദർശിക്കുകയോ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയോ ചെയ്തിട്ടില്ല. തൊഴിലാളികൾക്ക് വേണ്ടത്ര സുരക്ഷാ സംവിധാനവും കരാറുകാരൻ ഒരുക്കിയിട്ടില്ലെന്നും മന്ത്രി വിമർശിച്ചു. അതേസമയം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.